കൊല്ലം പത്തനാപുരത്ത് സാക്ഷരതാ പ്രേരക് ആത്മഹത്യ ചെയ്ത സംഭവം സാമ്പത്തിക പ്രതിസന്ധി മൂലമെന്ന് അമ്മ. സാക്ഷരതാ പ്രേരകായ ബിജുമോൻ കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്നു ബിജുമോന്റെ ശമ്പളം. കഴിഞ്ഞ 3 മാസമായി ശമ്പളം നിലച്ചതോടെ കടുത്ത പ്രതിസന്ധിയിലായെന്ന് അമ്മ പറയുന്നു. തന്റെ ചികിത്സയ്ക്ക് പോലും പണമില്ലായിരുന്നുവെന്ന് അമ്മ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പച്ചക്കറി പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ല. എന്നെ മാസം തോറും എന്നെ ആശുപത്രി കൊണ്ടുപോകണം, അതിനൊന്നും അമ്മയെ എനിക്ക് നിവൃത്തിയില്ല അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. യാതൊരു നിവൃത്തിയില്ല, എനിക്കൊരു നിവൃത്തിയില്ല, എനിക്ക് നിവൃത്തിയില്ലെന്ന് എപ്പോഴും ഇരുന്ന് പറയും. ഞാൻ എങ്ങനെ ഈ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകും? എനിക്ക് ശമ്പളം കിട്ടുന്നില്ല. വെളിയിൽ കടം കാണുമായിരിക്കും എന്തോ. ഇതിനൊക്കെ പോകുന്നതിന് വേണ്ടി വണ്ടിക്കൂലിക്ക് പോലും നിവൃത്തിയില്ല. പലരോടും കടം വാങ്ങിച്ച അവന് പല ആവശ്യങ്ങൾക്കും വേണ്ടി പോകുന്നത്. 30 വർഷമായി സാക്ഷരതാ പ്രവർത്തകനാണ് ബിജുമോൻ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സാക്ഷരതാ പ്രേരകന്മാരെ തദ്ദേശ ഭരണ വകുപ്പിലേക്ക് മാറ്റാൻ നടപടി പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ബിജുമോന്റെ ആത്മഹത്യ. ബിജുമോനെ പോലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുന്ന 1714 സാക്ഷരതാ പ്രേരകന്മാരാണ് സംസ്ഥാനത്തുടനീളമുള്ളത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.